1-2 വൈഡ് വൈഡ് ഞാൻ ഫുള്ള് തിരിഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചേ ഉള്ളൂ. നീ ഫുള്ള് തിരിയണമെന്നല്ല, അത് വൈഡൊന്നല്ല, ഫെയർ ബോൾ. നീ ശ്രദ്ധിക്കട്ടെ, അതായത് റൈറ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് തിരിഞ്ഞ് ഇങ്ങനെ അടിക്കുമ്പോഴേ അത് വൈഡ് ആവാതിരിക്കും. എന്നോട് ആരതൊക്കെ പറഞ്ഞാ നീ ജസ്റ്റ് ട്രൈ ചെയ്താൽ തന്നെ സാധനം ആരോട് ചോദിക്കാൻ? ഒന്ന് വാടാ. എന്തിനാ വരണ്ട കാര്യം? വൈഡ് ആടാ എന്റെ പൊന്നു പോണത് വൈഡ് അല്ല, എനിക്കറിയാൻ. നിനക്ക് രോഹിത് ശർമ്മനെ ഔട്ട് വിളിച്ച ഒരു അമ്പയറെ കിട്ടിയാൽ മതി അത് തെളിയിക്കാൻ. ഏത് IPL അമ്പയറടാ? IPL നമ്പറിൽ ഇവിടെ നിൽക്കുന്നത് പേടാ പോരാതെ എനിക്കറിയാം. നീ വാ ചേട്ടനോട് ചോദിക്കാം. ടോണി ചേട്ടാ, ഒരു ഡൗട്ട്. ഞാൻ റൈറ്റ് നിന്നു, ഇവൻ എറിഞ്ഞ ബോൾ ലെഗ് സൈഡിൽ കൂടി ഇതുവഴിയാ പാസ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യാൻ നോക്കിയതാണ്. ഫുൾ റിവേഴ്സ് എറിഞ്ഞിട്ടില്ല. അത് വൈഡല്ലേ? ഒന്നുകൂടെ കേട്ടെ, ഞാൻ റൈറ്റ് നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ബാറ്റ് വെച്ചോളൂ, ഞാൻ ഫുള്ള് തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ റൈറ്റ് നിൽക്കുകയാണ്, നിങ്ങൾ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്താലും മതി. അപ്പൊ അത് ബോളർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് അല്ലേ? ഞാൻ ഇങ്ങനെ ഫുള്ള് തിരിഞ്ഞില്ലോ. നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബോളർ മിസ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയില്ല നിങ്ങൾ തിരിയുന്നത്. ഓഫ് സൈഡ് ഗൈഡ് ലൈൻ്റെ അപ്പുറത്ത് കൂടെ പോകണം. പക്ഷെ ഞാൻ ഇത്രയും നാളും കഴിഞ്ഞു നീ കുറെ നാളെ കുറെ റൂളും പറഞ്ഞോട് പറ്റിക്കുന്നത്. ഇതൊക്കെ മര്യാദക്ക് ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കിയിട്ട് മേലാക്കാൻ ഇവിടെ കളിക്കാൻ വന്നേ, മനസ്സിലായാ? അവന്റെ വൈഡ് എടാ, അത് റീബോൾ അറിയാം. ഒരു റീബോളും ഇല്ല, കളി ജയിച്ചു പൊക്കോളായിരുന്നു. താങ്ക് യു ടോണി ചേട്ടാ.